എല്ലാ മനുഷ്യരും കൊതിക്കുന്നൊരു കാര്യമാണ് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ നിഴലിൽ നാം വസിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മളോട് പറയുന്നതാണ് ഇന്ന് നമ്മളുള്ള ദൈവത്തിൻ്റെ സന്ദേശം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാം വാക്യം: അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ നിഴലിൽ വസിക്കുന്നവന്റെ ലൈഫിലെ ശൂന്യതകൾ മാറാൻ പോകുന്നു. വചനം ശ്രദ്ധിച്ചേ. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയുകയും. സ്തോത്രം. ജീവിതത്തിൽ എന്നും ശൂന്യതയുള്ളോ എന്ന ചോദ്യവുമായിട്ടാണ് ഇന്ന് വചനം കേൾക്കുന്നതെങ്കിൽ 91-ാം സങ്കീർത്തനം വായിക്കുക: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിങ്കിൽ പാർക്കുകയും ചെയ്യുന്നവൻ. നാം ദൈവത്തിന്റെ നിഴലിന്റെ കീഴിലാണ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുക: ദൈവത്തിന്റെ നിഴലിലാണ് നീ പാർക്കുന്നതെങ്കിൽ വചനം നിനക്ക് ഉറപ്പ് തരികയാണ്, വീണ്ടും ധാന്യം വിളയും. ശൂന്യാവസ്ഥ മാറും, പച്ചിപ്പ് വെളിപ്പെടും, സമൃദ്ധി വെളിപ്പെടും, നന്മ വെളിപ്പെടും, അനുഗ്രഹം വെളിപ്പെടും. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, മുന്തിരിവള്ളി പോലെ അത് തളിർക്കും. നിന്റെ ജീവിതത്തെ നോക്കി ശൂന്യമായി പോയല്ലോ, കരിഞ്ഞു പോയല്ലോ, ഉണങ്ങിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞവരുടെ മുമ്പില് പുതിയ നന്മ കിളിർക്കാൻ പോവാം. മുന്തിരിവള്ളി പോലെ തളിർക്കാൻ പോവാം. നിങ്ങൾക്ക് കൊതിയുണ്ടോ ആ ദൈവത്തിൻ്റെ നിഴലിൽ വസിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മറയുവാൻ, ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുവാൻ? സ്നേഹിത, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചേ, ആ നിഴലിൻ്റെ കീഴിൽ ഞാൻ ശരണപ്പെടുകയാണ്. എനിക്കൊരു അനുഗ്രഹം തരണമേ, എൻ്റെ ശൂന്യാവസ്ഥ മാറണമേ, എനിക്ക് പുതിയ പച്ചിപ്പ് തരണമേ എന്ന് ഉള്ളു തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച്, കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നിഴലിൽ അവർക്ക് പാർക്കുവാൻ കൃപ കൊടുത്താട്ട്. പുതിയ നന്മകൾ കിളിർത്തു വരട്ടെ, അനുഗ്രഹങ്ങൾ കിളിർത്തു വരട്ടെ. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ദൈവത്തിന്റെ നിഴലിൽ പാർക്ക്. ഭയങ്കര അനുഗ്രഹങ്ങൾ കർത്താവ് തരും. ഗോഡ് ബ്ലെസ് യു.